ഇന്നത്തെ പൊളിറ്റിക്സും അന്നത്തെ പൊളിറ്റിക്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ അന്ന് ആദർശപരമായ ഒരു സമീപനമൊക്കെ എത്തിക്സ് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിന് മുറുകെ പിടിക്കുമായിരുന്നു. അന്ന് വന്ന് ഓനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഓൻ്റെ ശബ്ദം ഇനി പൊങ്ങൂല എന്ന് നയനാർ പ്രസംഗിച്ചു. പുള്ളി ഏതർത്ഥത്തിൽ പ്രസംഗിച്ചത്? പുള്ളി അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡുള്ള പൊളിറ്റീഷ്യൻ അല്ല. ഇതെൻ്റെ മുതുകത്ത് വലിയ ആയുധം കൊണ്ട് വെട്ടിയിട്ട്, അപ്പോൾ അതിനകത്ത് എൻ്റെ ഈ എലാസ്റ്റിക് കുരുങ്ങിയിരുന്നു, അതുകൊണ്ട് അത് പോയില്ല. അവിടെ നിന്ന് എന്നെ നമ്മൾ നാലുകാലിൽ തൂക്കിയെടുത്ത് എറിയുമെന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ അടുത്ത് ആ കോളേജിൻ്റെ ഗ്രൗണ്ട് എന്നൊരു മലയിടുന്നില്ല, താഴോട്ടൊക്കെ ഇറങ്ങും ഞാൻ മരിച്ചെന്നുള്ള ഇതിൽ. പക്ഷേ ഞാനത് 5 കൊല്ലം കഴിഞ്ഞൊക്കെ കേസൊക്കെ പിന്നെ കോടതി വന്ന് വിചാരണയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു മന്ത്രിയാണ് അതിൽ 1-ാം പ്രതി എന്നെ വിളിക്കുമ്പോൾ ഞാനത് കോടതി എന്നോട് ചോദിച്ചു, ഇവരെയൊക്കെ അറിയുമോ? ഇവരെയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇവരാണോ ശരത്ചന്ദ്ര പ്രസാദിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് പിന്നെ വേറെ ഗുണമുണ്ടായി. ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇതിൽപ്പെട്ട പ്രതികൾ 2 പേര് എന്നെ വിളിച്ചു, ഞങ്ങൾ ഇത്തവണ പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി പറയുന്നത് പുള്ളി 10 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 10-നിടയ്ക്കാണ് പുള്ളി 7 കൊല്ലം മന്ത്രിയായിരുന്നത്. മന്ത്രിയായ പുള്ളി ഒന്നും ചെയ്തില്ല ആ മണ്ഡലത്തിന് വേണ്ടി. 10 കൊല്ലം MLA ആയി ജയിച്ച കടകംപള്ളിയും ഒന്നും ചെയ്തില്ല. പിന്നെ കടകംപള്ളിയുടെ മണ്ടയ്ക്ക് ശബരിമല വിഷയം കൂടെ വന്നിരുന്നു. കേരളത്തിൽ ഇപ്രാവശ്യം ഒരു മാറ്റം 100% മാറ്റം. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഞാൻ കൂടെ നിൽക്കും. 50 കൊല്ലത്തിലേറെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ്, ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ex-MLA, ഒരു അഡ്വക്കേറ്റാണ്, KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇപ്രാവശ്യത്തെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ MLA കാൻഡിഡേറ്റ് കൂടെയായ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. സർ നമസ്കാരം, വെൽക്കം ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. ഒരുപാട് സന്തോഷം സാറ് കാർത്തിക് സൂര്യ അൺലീഷ്ഡിൽ കുറച്ച് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതിൽ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ മണി 12:30 കഴിയുകയാണ്. ഉച്ചയ്ക്കല്ല, രാത്രി ഒരു ഫുൾ ഡേ, രാവിലെ മുതൽ പ്രചരണം കഴിഞ്ഞ് ടയേർഡായി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് പ്രോഗ്രാം നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ടയേർഡായിരുന്നിട്ടും നമ്മളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. സാർ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെ ആണ് ഈ പൊളിറ്റിക്സിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നേ തുടങ്ങാം. ഒരു തിരുവനന്തപുരംകാരൻ തന്നെയാണോ എല്ലാ അർത്ഥം കൊണ്ടും? 100% തിരുവനന്തപുരംകാരനാണ്. ജനിച്ചതുമെല്ലാം. ഓക്കെ. ജനിച്ചതും തിരുവനന്തപുരമാണ്, പഠിച്ചതും തിരുവനന്തപുരമാണ്, വളർന്നതും തിരുവനന്തപുരമാണ്. ഓക്കെ. എവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ? എവിടെയാണ്? ഞാൻ എൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം സെയിൻറ്റ് റോക്സ് കോൺവെൻ്റാണ്. ശംഖുമുഖം തോപ്പ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള സെയിൻറ്റ് റോക്സ് കോൺവെൻ്റാണ്. അന്ന് അറിയപ്പെടുന്ന ചില കോൺവെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്ന് അതായിരുന്നു. അപ്പം 4-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 5th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ജനറൽ ഹോസ്പിറ്റലിലുള്ള സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെമ്പഴന്തി SN കോളേജിലായിരുന്നു. ചെമ്പഴന്തി SN കോളേജിലായിരുന്നു. അവിടെ നിന്നാണ് ആ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ITയിൽ ചേർന്നു. അത് ITയിൽ പ്രൊഫഷനോടുള്ള ഒരു താല്പര്യം കൊണ്ടൊന്നുമല്ല, എൻ്റെ നാട്ടിലുള്ളൊരു ITയിൽ KSU എന്ന് പറയുന്ന എൻ്റെ സംഘടന ജയിപ്പിക്കണം, അതിനുവേണ്ടി അവിടെ ചേർന്നതാണ്. ജയിപ്പിച്ചിട്ട് അപ്പം തന്നെ വിട്ടിട്ട് പിറ്റേ വർഷം കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അതും ചെമ്പഴന്തി SN കോളേജിൽ തന്നെ. ചെമ്പഴന്തി SN കോളേജിൽ തന്നെയാണ് ചേർന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് സാറുമായിട്ടൊരു ബന്ധമുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഇത് ആരാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്ന് സാറൊന്ന് പറയണം. ഇത് ആരാണ്? ഇത് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്തെ പടമാണ്. ഞാൻ ഈ പടം തിരക്കി നടക്കുകയാണ്. ആണോ? സത്യം പറഞ്ഞാൽ തിരക്കി നടക്കുകയാണ്. ആ സമയത്ത് കാത് പറഞ്ഞുള്ള മുടി വളർത്തുന്നത് ഫാഷൻ ആയിരുന്നു അന്ന്. രമേശ് ചെന്നിത്തലയും ഞാനും ഏകദേശം ഇതുപോലെ മുടി വളർത്തുന്ന ആളുകളായിരുന്നു. ഇത് പിന്നെ ഈ പഴയ അപ്പി ഹിപ്പി എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുടിയുടെ ഈ വലുപ്പമൊക്കെ കുറഞ്ഞു. അന്ന് രാജൻ കേസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. രാജൻ്റെ മുഖവും മുടിയൊക്കെ ഇതുപോലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റിലെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന രാജൻ. ആ പടവും എൻ്റെ ഈ പടവും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അല്ലേ? ഈ ഒരു പടം വാസ്തവത്തിൽ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആണ്. അതെ അതെ. അപ്പോൾ അന്ന് 1977 SN കോളേജിൻ്റെ മാഗസീൻ എഡിറ്ററായിട്ട് മത്സരിക്കാൻ നിന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് അതെ അതെ ഇത്. അത് അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് കാണിച്ചപ്പോൾ ഞാൻ അപ്പം മത്സരിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി കൗൺസിലറായിരുന്നു. ഇപ്പോഴത്തെ ഫിലിം ആക്ടർ പ്രേംകുമാറില്ലേ, പ്രേംകുമാർ അതിന് ശേഷം ഡിഗ്രിക്ക് വരുമ്പോൾ എൻ്റെ പാനലിലെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഓ, അപ്പോൾ താങ്കളുടെ അച്ഛനും ഞാനും അച്ഛൻ്റെ ബ്രദറുമെല്ലാം ഞങ്ങൾ ആത്മമിത്രങ്ങളായിരുന്നു, കുടുംബ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ പടം പുറത്തു വന്നപ്പോഴാണ് അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നത്. അതെ, ഒരു വലിയ വാസ്തവത്തിൽ ഞാൻ ഇപ്പം മത്സരിക്കുന്ന സ്ഥലം കഴക്കൂട്ടം, അതെ, ചെമ്പഴന്തി SN കോളേജിലെ കുട്ടികളെ കൊണ്ട് നിബിഡിതമായ ഒരു സ്ഥലമാണ്. അത്രയും എവിടെ ഒരു യോഗത്തിന് ചെന്നാൽ കോർണർ മീറ്റിംഗ് ഞാൻ ഇപ്പോഴും പോകുമ്പോഴത്തേക്ക് എനിക്കൊരു ഷോൾ ഇട്ട് ഷേക്കൻ്റെ വന്നിട്ട് ചെല്ലു പറയും, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, ശരത്തിന് ഒരു ഷോൾ ഇടാൻ വന്നതാണ്, ഞാൻ ഇന്ന ആളാണ് എന്ന് പറയും. അപ്പോൾ അത്രയും കോളേജ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട പലരോടും ഇങ്ങനൊരു പടം ഉണ്ട്, പഴയ പടം ഉണ്ടോ, എനിക്കൊന്ന് കിട്ടണമല്ലോ. ഇത് അതാണ് കാര്യം. ഈ സൈഡിൽ വകഞ്ഞ് വെച്ചിട്ട് നന്നായിട്ട് മുടി അതൊക്കെ ഇങ്ങനെ താഴ്ത്ത്. പണ്ടത്തെ ഫ്രീക്കനായിരുന്നു, അന്നത്തെ ഒരു ഫാഷൻ സാധനം, അന്നത്തെ ട്രെൻഡ് പിടിച്ചതാണല്ലേ സാർ? അത് മാത്രമല്ല, അന്ന് ബെൽ ബോട്ടം പാൻറ്റുമാണ്. ബെൽബോട്ടം അന്ന് ഫാഷൻ പോയിട്ട് പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും പോയത്. പിന്നെ ആദ്യത്തെ ബെൽ ബോട്ടിനകത്ത് തൈസിൽ ഇങ്ങനെ ചേർന്ന് കിടന്നിട്ട് മുട്ടിന് താഴെ വരുമ്പോൾ ഭീകരമായ ബെൽ ബോട്ടം ഉണ്ടായിരുന്നു. അതെ. പിന്നെ അത് ടോട്ടലി ഒന്ന് ലൂസൺ ചെയ്തിട്ട് കുറച്ചൊരിതായിരുന്നു. പിന്നെ അതങ്ങ് പോയിട്ട് അത് പിന്നെ കുഴൽ പോലെയായി, നേരമായി. പിന്നെ അതങ്ങ് മാറിയിട്ട് ഇപ്പം പിന്നെ ഇങ്ങനൊരു ഇത് കാണുന്നില്ല. ഇപ്പൊ ബാഗി, ഓരോ സമയത്തും ഓരോന്നായിട്ട് ഒരു ഫ്രീ ആയി കിടക്കുന്ന ഒരു ഇതിലെത്തിക്കാണ്. അതെ, ഫാഷൻ. ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് ഞാൻ പാൻസും ഷർട്ടും തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് ഞാൻ കോളേജ് യൂണിയൻ കൗൺസിലറായി മത്സരിച്ച് ജയിച്ചപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പൊളിറ്റിക്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സമയം വന്നു. അപ്പോൾ ഈ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ +1 +2 കാലഘട്ടം, +1 +2. അപ്പോൾ ആ സമയത്തെ പൊളിറ്റിക്സിലോട്ട് ഇൻവോൾവ് ആണ്, തീവ്ര പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയി. കാരണം എങ്ങനെ അതിനകത്തോട്ട് അത് ഇൻവോൾവ് ആയിട്ട് എൻ്റെ കുടുംബക്കാരെല്ലാം ഒരു കോൺഗ്രസ്, അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഒരു കോൺഗ്രസ്സിലാണ്. എന്നാൽ അച്ഛൻ്റെ സഹോദരന്മാർ ആ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന പാർട്ടികളിലൊന്ന് RSP ആയിരുന്നു. അന്ന് ഒരു ബ്രദർ RSP ആണ്. പിന്നെ പട്ടംതാണുള്ള സാർ പഴയ മുഖ്യമന്ത്രി. ഇവരെല്ലാ പേരും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തെല്ലാം പട്ടംതാണുള്ള സാറിൻ്റെ ആരാധകരായിരുന്നു. പിന്നെ പട്ടംതാണുള്ള സാർ കോൺഗ്രസ്സിൽ ലയിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയപ്പോൾ സ്വാഭാവികമായി ഇത് പലരും, അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ആ ഒരു റേഞ്ചിൽ പട്ടംതാണുള്ള സാറുമായിട്ടൊക്കെ ഉള്ളൊരു, അതിനവിടെ എല്ലാവരും പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്, മുരാരി സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പിന്നീട് PSB കാൻഡിഡേറ്റാക്കി മത്സരിച്ചത്. അദ്ദേഹത്തിന് 10,000 കണക്കിന് ശിക്ഷകണങ്ങളുള്ള ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരെല്ലാം ഒരു കോൺഗ്രസ് ലൈനുള്ളത് കൊണ്ട് ഞാൻ ഈ സെയിൻറ്റ് ജോസഫ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8, 9, 10 ഈ
ഈ സ്കൂൾ ഗോയിങ് ഉണ്ടായിരുന്നു. അവർ ട്യൂട്ടോറിയൽ, വിക്ടറി ട്യൂട്ടോറിയൽ ഒക്കെ അവിടെയാണ് മോഹൻലാലും ഞങ്ങളുമൊക്കെ അവിടെ സ്കൂൾ ഗോയിന് പഠിക്കുന്നത്. രണ്ട് സ്കൂളാണെങ്കിലും. ഓ, ലാലേട്ടനൊക്കെ അന്നേരം ഞങ്ങൾ ആ സമയത്ത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നവരായിരുന്നു. അവർ മോഡൽ സ്കൂളിൽ നിന്ന് വരും, ഞങ്ങൾ സെയിൻറ്റ് ജോസഫ്സിൽ നിന്ന് വരും. ഓ, അന്ന് നമ്മൾ ക്രിക്കറ്റാണ് പ്രധാനപ്പെട്ട കളി. അതെ, അച്ഛൻ സൂചിപ്പിച്ചായിരുന്നു. ഒരു ബൗളറായിരുന്നു, അത് ഫാസ്റ്റ് ബോളറായിരുന്നു. ഇടയ്ക്ക് വിക്കറ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യും. ആ, സ്പോർട്സിലൊക്കെ അപ്പം അന്നേ ഭയങ്കര എനിക്ക് താല്പര്യമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഫുട്ബോളിൽ ഗോളിയായിട്ട് നിൽക്കുമായിരുന്നു. ഷട്ടിൽ ബാഡ്മിൻ്റൺ നന്നായി കളിക്കുമായിരുന്നു. അങ്ങനെ കുറേ. പിന്നെ കബഡിയിൽ എന്നെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓ, അപ്പോൾ സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ നന്നായി ഉണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് വരുന്നവരെയും ചെമ്പഴന്തി എസ് എൻ കോളേജിലെ പ്രീ ഡിഗ്രിയുടെ മാഗസിനൊക്കെ നോക്കിയാൽ ആ ടീമിലെ ഇന്റർ കോളേജ് ക്രിക്കറ്റ് ടീമിലൊക്കെ ഞങ്ങൾ ബാലകാരിച്ച് പോയി കളിച്ച് MG കോളേജിനെ തോൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അടിപൊളി. അപ്പം അന്നത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ സാർ, ഇപ്പോൾ അതിലോട്ട് കയറിപ്പറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നോ? അതോ ഇന്നത്തെ പൊളിറ്റിക്സും അന്നത്തെ പൊളിറ്റിക്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ അന്ന് ആദർശപരമായ ഒരു സമീപനമൊക്കെ, എത്തിക്സ് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിനെ മുറുകെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ എത്തിക്സ് ഒന്നുമില്ല. ഇപ്പോൾ ലഹരിയാണ് എത്തിക്സ്. എത്രത്തോളം കുട്ടികളെ തീവ്രമായി ഉപയോഗിക്കാൻ പറ്റുമോ അതിന് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരെ ഉപയോഗിച്ച് ഈ ചുഴിയിൽപ്പെടുത്തിയിടുകയാണ്. നമ്മുടെ കാലത്ത് അങ്ങനെയല്ല. അക്രമ സ്വഭാവം ഉണ്ടായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ. പക്ഷേ അത് ആദർശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ഭാഗമായി പിന്നീട് മറ്റവർക്ക് വായ്മൊഴിയിൽ കൂടി പരാജയപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ പിന്നെ കരമൊഴിയാവും, അക്രമമായി മാറും. ആ സമയത്താണ് ഞാൻ ചെമ്പഴന്തി കോളേജിൽ എമർജൻസി കഴിഞ്ഞ സമയമാണ്. എന്ത് കഴിഞ്ഞ സമയം? ഒരു നാഷണൽ എമർജൻസി ഇന്ദിരാഗാന്ധി സമയത്ത് 77 ആയപ്പോഴത്തേക്ക് എമർജൻസി മാറി. എമർജൻസി മാറിയ സമയത്ത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്ന സീനിയേഴ്സ് എല്ലാം പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ കോളേജ് പൊളിറ്റിക്സിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇറങ്ങാത്ത കാരണം എൻ്റെ മൂത്ത ചേട്ടൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി ഒരു 3 കൊല്ലത്തിന് മുമ്പാണ് മരിച്ചത്. ചേട്ടന് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ചേട്ടൻ അഡ്മിഷൻ കിട്ടിയത്, മെറിറ്റിൽ തന്നെയാണ്. ആ ചേട്ടനെ പോലെ എന്നെ എഞ്ചിനീയറാക്കാൻ വേണ്ടി അച്ഛന് പരിചയമുണ്ട്. ആ സമയത്ത് ഈ പ്രിൻസിപ്പൾ എസ് എൻ കോളേജ് എന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ചേർത്ത് പ്രിൻസിപ്പളിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ നല്ല വിദ്യാഭ്യാസം, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ കയറും, കൃത്യം ലാബ് എല്ലാം കൃത്യമായിട്ട്, ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ് എല്ലാം വളരെ കൃത്യമായിരുന്നു. സെക്കൻഡ് ഇയറായി ഇലക്ഷൻ മത്സരിക്കുന്ന പൊളിറ്റിക്സ്. അപ്പോൾ എന്നെ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല, എന്നെ ചിലപ്പോൾ വീട്ടിൽ കയറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പഠിക്കാൻ വിട്ടിട്ട് വീട്ടിൽ കയറ്റില്ലെന്നോ. പക്ഷേ എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു. ബൈ ദി ടൈം കോളേജിൽ കുറേ സംഘർഷങ്ങളുണ്ടായി. ഞാൻ വരുന്ന പ്രദേശം പേട്ടയായതുകൊണ്ട് പേട്ടയിൽ നിന്ന് വരുന്ന കുറേ ആളുകൾക്ക് പൊളിറ്റിക്സിന് അതീതമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. പക്ഷെ അല്ലാത്ത ആളുകൾ എന്നെ ആക്രമിക്കുന്ന സ്വഭാവം വന്നപ്പോൾ ആക്രമിക്കുന്ന ആളുകളുടെ പാർട്ടിയിൽപ്പെട്ട അധ്യാപകർ തന്നെ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. എന്നെ ഞാനുമായിട്ടുള്ളൊരു അടുപ്പവും ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ KSU തോറ്റു. ചെമ്പഴന്തി എസ് എൻ കോളേജിൽ മാത്രം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ജയിച്ചു. അപ്പോൾ ഇത് ഞാൻ മത്സരിച്ചതും വീട്ടിലറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. മത്സരിച്ച് ജയിച്ചതിൻ്റെ അന്ന് വീട്ടിലൊന്നും പറയാതെ വന്ന് കിടന്നു.
അപ്പോൾ എനിക്കറിയാം പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ എൻ്റെ പേര് വരും. ഉം. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് കേരള ഓതിയാണ് എല്ലാ വിഭാഗം ആളുകളും വായിക്കും. കാര്യം സിറ്റി ന്യൂസ് കിട്ടുന്ന കേരളോതിലായിരുന്നു. കേരളത്തിൽ പിന്നീടാണ് മാതൃഭൂമി മനോരമയൊക്കെ എൻ്റെ ബ്യൂറോ തുടങ്ങിയത്. അപ്പോൾ രാവിലെ അച്ഛൻ ഇതൊക്കെ വായിച്ച് കേസ് തോറ്റു. ചെമ്പഴന്തി എസ് എൻ കോളേജിൽ ഭാഗികമായി ജയിച്ചു. അപ്പോൾ ചെമ്പഴന്തി എസ് എൻ കോളേജ് മോൻ്റെ കോളേജാണല്ലോ. വായിച്ചു നോക്കിയപ്പോൾ അച്ഛൻ ചെട്ടി എൻ്റെ പേരാണ്. അപ്പം തന്നെ അച്ഛൻ അമ്മയെടുത്ത് പറഞ്ഞു, ഞാനെവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഭയങ്കര ക്ഷീണം കാണുന്നത് ഇലക്ഷനൊക്കെ മത്സരിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മ വന്നിട്ട് അച്ഛൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടൊക്കെ തിരികെ അച്ഛൻ്റെ അടുത്ത് പോയി എന്ന് അച്ഛൻ ചോദിച്ചു, അവിടെ എത്ര ശരത്ചന്ദ്ര പ്രസാദമാരുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അറിവ് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നീ തിരഞ്ഞെടുപ്പ് മത്സരിച്ചു? ഞാൻ വന്നിവിടെ കള്ളനെ പോലെ കുനിച്ചിരിക്കാതെ തല ഉയർത്തി പറയുന്നു. അപ്പോൾ ഞാൻ ഈ അരവിന്ദൻ്റെ സിനിമ പോലെ സ്ലോ മോഷനിൽ തല പൊക്കിയിട്ട് എന്ന് മൂളി. അപ്പോൾ അച്ഛൻ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് എൻ്റെ വഴക്കൂറുന്നതിന് പകരം അമ്മയെ വഴക്കൂറി. എന്നിട്ട് എന്നെ വഴക്കൂറിയെന്ന് അമ്മ പറഞ്ഞ ചെറുപ്പക്കാർ പിള്ളേർ കോളേജിലൊക്കെ മത്സരിച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചങ്ങ് മുറിക്കാത്ത തള്ളി വിട്ടു. പിന്നീട് അമ്മ എന്ന് പറഞ്ഞു, പറയാതെ മത്സരിച്ചത് മോശമായിപ്പോയി. പറഞ്ഞിരുന്നത് സമ്മതിക്കുമായിരുന്നോ? സമ്മതിക്കില്ല. അപ്പം പിന്നെ പറയാതെ മത്സരിച്ചത് തന്നെയായിരുന്നു നന്നായത്. അപ്പോൾ അവിടെയാണ് എൻ്റെ തുടക്കം. അവിടെയാണ് എൻ്റെ തുടക്കം. അപ്പോൾ ഇപ്പം മത്സരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എൻ്റെ പൊളിറ്റിക്സ് ആരംഭിക്കുന്നത് ഈ നിയമമണ്ഡലത്തിലെ എസ് എൻ കോളേജിൽ നിന്നാണ്. എൻ്റെ ചോരയുടെയും വീർപ്പിൻ്റെയും ഗന്ധം ഈ മണ്ണിനുണ്ടെന്നുകൂടെ ഞാൻ പറയും. അതാണ് അച്ഛൻ പറയുന്ന ആ ഡിഗ്രി സമയത്ത് എന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. അതെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടായിരുന്നു. എന്നെ ഒരു 10,000 ആളുകൾ കോളേജിനകത്ത് വന്നു. അന്ന് CPM ജില്ലാ സെക്രട്ടറി കാട്ടായിക്കോണം ശ്രീധരായിരുന്നു. അങ്ങേരും എൻ്റെ ബന്ധുവാണ്. അപ്പം പുള്ളി കോളേജിനകത്ത് വന്നിരുന്നു. ഇത്രയും ആളുകൾ വന്ന് EK നേരാ കോളേജിയുടെ ഇനാഗുറേഷൻ വന്നത്. സാംബശിവനും ഉണ്ടായിരുന്നു, ആർട്സ് ക്ലബ് ഇനാഗുറേറ്റ് ചെയ്യാൻ. അന്ന് വന്ന് ഓൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഓൻ്റെ ശബ്ദം ഇനി പൊങ്ങൂല എന്ന് നയനാർ പ്രസംഗിച്ചു. പുള്ളി ഏതർത്ഥത്തിൽ പ്രസംഗിച്ചത്? പുള്ളി അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡുള്ള പൊളിറ്റീഷ്യൻ അല്ല. എല്ലാ രസത്തിലെടുക്കുന്നയാളാണ്. ചിലപ്പോൾ ഇവരെന്തോ കീ കൊടുത്ത് പമ്പ് ചെയ്തല്ല പറഞ്ഞാൽ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്രൗണ്ടിലിരിക്കുക, ദൂരെ മാറി. അപ്പോഴത്തേക്കും വന്ന് നമ്മളെ ആക്രമിച്ച് എൻ്റെ അടിവസ്ത്രത്തിൻ്റെ എലാസ്റ്റിക് മാത്രം ഒരു എല്ലിൽ കൊരുത്തിരുന്നു. ബാക്കി എല്ലാവരും അടിച്ച് പിടിച്ച് പറിച്ചെല്ലാം കളഞ്ഞ്. ഇതെൻ്റെ മുതുകത്ത് വലിയ ആയുധം കൊണ്ട് വെട്ടിയിട്ട്, അപ്പോൾ അതിനകത്ത് എൻ്റെ ഈ എലാസ്റ്റിക് കുരുങ്ങിയിരുന്നു. അതുകൊണ്ട് അത് പോയില്ല. അവിടെ നിന്ന് വരെ എൻ്റെ ഈ നമ്മൾ 4 കാലിൽ തൂക്കിയെടുത്ത് എറിയുമെന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ അടുത്ത് ആ കോളേജിൻ്റെ ഗ്രൗണ്ട് ഒരു മലയെടുത്തില്ല, താഴോട്ടങ്ങ് എറിഞ്ഞു. ഞാൻ മരിച്ചെന്നുള്ള ഇതിൽ വന്ന് വീഴുന്നിട്ട് ഇത്രയുള്ളൊരു ഇഷ്ടിക ആ മുറിവിനകത്ത് കയറിപ്പോയി. അപ്പം ഞാൻ വീണിട്ട് നല്ല ചങ്കൂറ്റോ. അന്ന് ഞാൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല അപ്പം ഞാൻ ഒന്ന് എഴിക്കാനൊക്കെ ഒന്നും പറ്റുന്നില്ല. കാര്യം ഇത് എല്ലിൻ്റെ ഇടയിൽ തന്നെ ഇടയ്ക്കുമ്പോൾ നൂരാൻ പറ്റത്തില്ലല്ലോ. കഥകിൻ്റെ ഇടയിൽ ഒരു തടി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ഞാൻ തന്നെ അത് ഊരിക്കളഞ്ഞിട്ടപ്പോഴേ എല്ലാവരും വന്ന് എന്നെ എടുത്ത്. അപ്പോഴത്തേക്കും ആ ചോരയൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സ്ഥിതിയിലാണ്. ഞാൻ മരിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നി. എന്നെ എല്ലാവരും കൂടെ എടുത്ത് റോഡിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോളേജിൻ്റെ ഫ്രണ്ടിൽ ടാറിൻ്റെ അവിടെ എന്നെ കിടത്താൻ പറഞ്ഞു. എന്തായാലും ഞാൻ മരിക്കും, എൻ്റെ ചോര ഇവിടെ വീട്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അന്നത്തെ ഒരു ചോരയുടെ തിളപ്പാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ അപ്പം തന്നെ എന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് സാംബശിവൻ കോളേജിലോട്ട് വരുന്നത്. സാംബശിവൻ എന്നെ അറിയാം. സാംബശിവൻ എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ
ശരത്തിന് വെട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഞാൻ ആർട്സ് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഉം. ഇവിടെ ഇപ്പം വിദ്യാർത്ഥിക്കല്ലേ പരിക്ക് പറ്റിയത്. അവസാനം പൊളിറ്റിക്കലായി പുള്ളിയെ ഭയങ്കരമായി സ്ട്രെസ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളി ഒരു ദീപം തെളിയിച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പോയി. അന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 10 മണിക്കൂർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഉം. അതിനുശേഷമാണ് ജീവൻ കിട്ടിയത്. 80 ഇതുപോലെ വാരികുന്തം കൊണ്ടാണ് എൻ്റെ മുതുകത്ത് കുത്തിയത്. ഹാർട്ടിൻ്റെ ഭിത്തിയിൽ വന്ന് ഇങ്ങനെ തൊടാതെ നിന്നു. ഒരു ഓർഗൻസിലെ വെളി ചാടിപ്പോയി. ഇത് എന്തിനായിരുന്നു അത്? അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ പൊളിറ്റിക്സ് ആദർശമുണ്ടായിരുന്നു. വായ്മൊഴിയിൽ പരാജയപ്പെടുമ്പോൾ പിന്നെ കരങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് പിന്നെ നടക്കുന്നത്. പക്ഷേ ഞാനത് 5 കൊല്ലം കഴിഞ്ഞൊക്കെ കേസൊക്കെ പിന്നെ കോടതി വന്ന് വിചാരണയ്ക്കൊക്കെ വിളിക്കുമ്പോൾ അതിപ്പോഴത്തെ ഒരു മന്ത്രിയാണ് അതിലൊന്നാം പ്രതി. എന്നെ വിളിക്കുമ്പോൾ ഞാനത് കോടതി എന്നോട് ചോദിച്ചു ഇവരെയൊക്കെ അറിയുമോ? ഇവരെയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇവരാണോ ശരത്ചന്ദ്ര പ്രസാദിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഇവരൊന്നും അല്ല, ഇവരെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ആ കേസ് കോടതി അപ്പം അന്ന് എന്നെ ഡിസ്പോസ് ചെയ്തു. അതെന്താ അങ്ങനെ? ഞാനാലോചിച്ചു ഇത് കിട്ടിയതൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യം. ഞാനപ്പോഴത്തെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് വിട്ടു. അപ്പോൾ ഈ പറയുന്ന ഒന്നാം പ്രതി രണ്ടാം പ്രതി അവരുമൊക്കെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് വിട്ടു. പിന്നെ ഒരു ഇങ്ങനെ വൈരാഗ്യമൊക്കെ ഇങ്ങനെ സ്ഥിരമായി മനസ്സിൽ വയ്ക്കുന്നത് എനിക്കതൊരു താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. അത് എനിക്കത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ ദേഹം പോലെ പെരുത്തുപോയി. അല്ല, അതുകൊണ്ട് പിന്നെ വേറെ ഗുണമുണ്ടായി. ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇതിൽപ്പെട്ട പ്രതികൾ 2 പേര് എന്നെ വിളിച്ചു. ഞങ്ങൾ ഇത്തവണ പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോഴും പാർട്ടിയൊന്നും മാറിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. ഞങ്ങളുടെ കുടുംബം ഇത്തവണ ശരത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയും പറഞ്ഞ് പച്ചയായിട്ട് പറഞ്ഞു. അതിലൊരാൾ എൻ്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്നു. ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അയാളുടെ വൈഫിൻ്റെ മുഖത്തുണ്ടായ ഒരു പ്രതിഫലനമുണ്ട്. ആ കുട്ടിക്ക് ഇതെല്ലാം അറിയാം, ഈ നടന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച സമയത്ത് പറഞ്ഞതായിരിക്കും. ആ കുട്ടിയുടെ മുഖത്തൊരു എന്തോ ഒരു ആശ്വാസം പോലെ. പിന്നെ നമ്മൾ കളിയും ചിരിയും പറഞ്ഞത് ഞാനിതൊക്കെ അന്നേ മറന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ പൊളിറ്റിക്സ് റൺ ചെയ്ത് പോകുന്നത്. പിന്നെ അത് കാലം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതിൽ പ്രതി എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ 2 സംഘടനയുടെ പ്രസിഡന്റുമാരുമായിരുന്നവരാണ്. ഞങ്ങൾ തമ്മിൽ യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ച് ഞാൻ ജയിച്ചു, പുള്ളി തോൽക്കുകയും ചെയ്തു. അന്ന് പിന്നെ CPM എന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചു. ഞാൻ കോളേജിൽ 70% കോളേജും ഒരു 65 to 70% സ്കൂളുകൾ ഞാൻ KSUവിന് ജയിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയുള്ളൊരു വൈരാഗ്യം അതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് അന്നങ്ങനെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വയലൻ്റ് ആക്ടുകളൊക്കെ വളരെ വയലൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില ഗൂൺസ് എന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ, അവരെ എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ല, സാധാ വിദ്യാർത്ഥികൾ അതിൽ ബന്ധപ്പെട്ട് ലഹരിക്കടിമയായി പോകുന്ന ഒരു വിങ്ങിൽപ്പെട്ടവരാണ് ഇപ്പോൾ വയലൻസിലേക്ക്. അവരെയാണ് വയലൻസ് ഉപയോഗിക്കാനും എളുപ്പം. അവരാണിപ്പോൾ അതുണ്ട്. അല്ലാതെ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് നിൽക്കുന്നവർക്കൊക്കെ മാന്യമായിട്ട് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് നടത്താൻ ആഗ്രഹമുള്ളവരാണ്. പിന്നെ പഴയതുപോലെയല്ല, സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൻ്റെ പ്രയോറിറ്റിയിൽ മാറ്റം വന്നു. കാലം മാറുന്നതനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചാണല്ലോ നമ്മൾ കാണേണ്ടത്. അതെ. അപ്പം ഇതിനകത്തൊരു പോസിറ്റീവ് ചേഞ്ചല്ല.
സ്റ്റുഡൻറ് പൊളിറ്റിക്സ് ഒരു മൂല്യച്യുതി സംഭവിച്ചു. ഇപ്പോൾ ഒട്ടുമിക്ക നമ്മൾ യൂത്തായിട്ടുള്ള ഒരു 18, 19, 20, 21, 22 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, ഞങ്ങൾ വോട്ടിടുന്നില്ല. അവർക്ക് ഇങ്ങനെ ഉള്ളൊരു ഫീൽഡിലേക്ക് അവർക്ക് എന്തോ ഒരു വിരക്തത പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വോട്ടിടുന്നോ? ഇല്ല ഞാൻ വോട്ടിടുന്നില്ല, എനിക്കങ്ങനെ വോട്ടിട്ടിട്ട് എന്ത് ഗുണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന അവൻ്റെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. ഈ സിസ്റ്റം എനിക്ക് ഗുണമുള്ളതാണോ എന്ന് അവനൊരു സംശയമാണ്. ഇടയ്ക്ക് ഇതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ നക്സലിസത്തിലേക്ക് പോകുമെന്ന് പണ്ട് പറയുമായിരുന്നു. അപ്പോൾ അതിനാണ് പണ്ട് സെൻട്രൽ ഗവൺമെൻറ് നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസവും തൊഴിലും പ്രത്യേകമായി കൊടുക്കാനായിട്ടൊരു പ്രോജക്റ്റൊക്കെ കിട്ടും. ഇറാഡിക്കേഷൻ ഓഫ് നക്സലിസം എന്ന് പറഞ്ഞിട്ട് അതിന് കുടുംബങ്ങളിലെ സ്വയം പര്യാപ്ത ഭക്ഷണം, വിദ്യാഭ്യാസം, അവരിൽ പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഒരു 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 ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സെറ്റപ്പിൽ അവർക്ക് വിശ്വാസം വരുന്നില്ല. ആ വിശ്വാസം വരാത്തതിൻ്റെ കാര്യം കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോകുന്ന ഒരു വരുന്നത്. മൈഗ്രേഷൻ അതിനവർ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ നാട് വിട്ട് പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞിട്ടാണ് രക്ഷകർത്താക്കൾ നീ വിദേശത്ത് പോയി രക്ഷപ്പെടുമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ MBBS എഞ്ചിനീയറിങ്ങിനൊക്കെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ് നടത്തല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ രക്ഷകർത്താക്കൾ അവന് 8ാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ അവനെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിദേശത്ത് പഠിപ്പിക്കാൻ വിടുന്ന ഒരു തിങ്കിങ്ങിലാണ്. +2 കഴിഞ്ഞാൽ തന്നെ പിള്ളേർ പറയാം എനിക്കിനി UK പോയി ഞാൻ അവിടെ ഒരു പാർട്ട് ടൈം ജോലിയും ചെയ്തിട്ട് ഞാൻ അവിടെ ഞാൻ പഠിച്ച് അവിടെ പിന്നെ അവർ പെർമനൻറ്റ് റെസിഡൻസി PR ആയി മാറുകയാണ്. അതാണ് അവരുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പുറത്തു പോയി ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കണം. അപ്പോൾ അതിനർത്ഥം നാട്ടിൽ നിന്നിട്ട് അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടാൻ അവരുദ്ദേശിക്കുന്ന ഹൈഫൈ വിദ്യാഭ്യാസം അവർക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നൊരു ആശങ്ക അവർക്കുണ്ട്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ലോകോത്തരമായ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, ചിലത് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ടോട്ടലി ആദ്യം ഇത് ചെറുപ്പക്കാരിലാണ് വന്നിരുന്നത്, പിന്നീട് ഇത് ചെറുപ്പക്കാരുടെ രക്ഷകർത്താക്കളിലും വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനൊരു തിങ്കിങ് രക്ഷകർത്താക്കളിൽ കൂടെ വന്നപ്പോൾ ഇത് ടോട്ടലി 8ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ യവനെ മാനസികമായി അതിനെ റെഡിയാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ പുറത്തുണ്ടെങ്കിൽ അവരെ കൈമാറി കൊടുക്കുക. അപ്പോൾ അവൻ്റെ ലക്ഷ്യം അവൻ അവിടെ പോയി നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാർ, പുറത്ത് പോകുന്നത് വിദ്യാഭ്യാസത്തെക്കാളും കൂടുതൽ അവർക്ക് നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ജോലി കിട്ടിയാലും അവർക്ക് ആ ഒരു സാലറി നമ്മുടെ നാട്ടിൽ അക്വയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ കൊണ്ടായിരിക്കും പുറത്ത് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, എനിക്കൊരു വെൽ എക്വിപ്ഡ് വിദ്യാഭ്യാസം, ഒരു ലോകോത്തര വിദ്യാഭ്യാസം. ഇന്ത്യയിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു പഴയ കാലത്തെ ഉള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി വന്നപ്പോൾ 21st സെഞ്ച്വറിയെക്കുറിച്ചൊരു
ഒരു 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 ചർച്ച പുള്ളി അന്ന് ഡെവലപ്പ് ചെയ്യും. 21-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ അന്ന് വന്നൊരു മോഡറൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലേക്കാണ് വന്നത്. അതിന് ആ ഇറ കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് പോയി. പിന്നെ ഇതൊക്കെ ഗിമ്മിക്സ് കളിക്കുന്ന വിദ്യാഭ്യാസമുണ്ട്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയതായി ഞങ്ങളത് ഇത് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം അതായിരുന്നു വലിയ ഗവാസാധനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്ന് AI പോലും ഒരു കോമൺ ഫാക്ടറായി എല്ലാവരുടെ കയ്യിലുണ്ട് മാറുന്ന സ്ഥിതിയിലായി. അപ്പോൾ ചെറുപ്പക്കാർക്ക് മെയിൻലി ഇതിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്കൊരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് ഉണ്ടാവണം അവരുടെ വിദ്യാഭ്യാസം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സാർ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ സാറ് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ നിന്ന സമയത്ത് ഒരുപാട് എനിക്ക് കേട്ടിട്ടത് തിരിച്ച് പറയാൻ പറ്റുന്നില്ല, ഒരുപാട് സഫറൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സാറിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണ്? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ സമരം ചെയ്യും. ഫീസ് വർധന, KSRTC കൺസെഷൻ്റെ ചാർജ് വർധന, ലബോറട്ടറി സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോ വർഷമാകുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഈ വർഷം സമരം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു 10 ഐറ്റം നേടണമെങ്കിൽ ഞങ്ങളൊരു 15 ഐറ്റം പ്രസൻറ്റ് ചെയ്യും. ഒരു എഡ്യൂക്കേഷൻ വർഷം തുടങ്ങിയാൽ സ്കൂൾ തുടങ്ങുന്നതിനും ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെ ആളുകളെല്ലാം മുഖ്യമന്ത്രിക്ക് മെമ്മോറണ്ടം കൊടുക്കാൻ വേണ്ടി ഓടും. ആദ്യം കൊടുത്ത ആരെന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി, താലൂക്ക് കമ്മിറ്റി മെമ്പർ. അന്ന് ഇതൊക്കെ വലിയ വലുതാണ്. ഇപ്പം KSUവിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്താൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് നോക്കുന്ന കാലഘട്ടമാണ്. കാലം മാറിപ്പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ KSU ജില്ലാ പ്രസിഡന്റ്, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, പിന്നെ പ്രസിഡന്റ്. PT തോമസ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ KSU പ്രസിഡന്റ് ആവുന്നത്. PT തോമസ് മരിച്ചുവല്ലോ, MLA ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു പ്രീ ഡിഗ്രി ബോർഡ് സമരം ഉണ്ടായി. TM ജേക്കബ് മിനിസ്റ്ററായിരിക്കുമ്പോൾ പ്രീ ഡിഗ്രിയെ ഒരു പ്രത്യേക ബോർഡിൻ്റെ കീഴിൽ, യഥാർത്ഥത്തിൽ അത് KSU പഴയ വയലാർ രവിയുടെ AK കാലം മുതൽ ഉന്നയിച്ചിരുന്നതാണ് പ്രീ ഡിഗ്രി ഒരു പ്രത്യേക ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവരണം. ഇപ്പോൾ അത് +2 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. TM ജേക്കബിൻ്റെ സമയത്ത് ഇത് കോളേജിൽ നിന്ന് ഡീലിങ്ക് ചെയ്തിട്ട്, ഞങ്ങളൊക്കെ പഠിക്കുമ്പം +2 എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ചെറിയ മീശയൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ അവൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ് എന്ന് പറയും. ഇപ്പോഴത്തെ ചെറുക്കാർക്ക് +2 എന്ന് പറഞ്ഞാൽ അത് അപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസമാണ്. സ്കൂളിൽ തന്നെയാണ്. സ്കൂളിൽ തന്നെ അവൻ്റെ ഒരു ഹോർമോണും ഈ +2 തമ്മിലൊന്നും യോജിപ്പില്ല, വരാറില്ല. ചോരത്തിളപ്പ് വരുന്നൊരു ഏജാണ്. അപ്പം ഞാനും എൻ്റെ ചോരത്തിളപ്പിലാണ് ഞാനും മത്സരിച്ചത്. പിന്നീട് KSU പ്രസിഡൻ്റായി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം TM ജേക്കബ് പ്രഖ്യാപിച്ചത് കൊണ്ട് സ്റ്റുഡൻസിന് സംശയമാണ് എന്നുള്ള മട്ടിലാവുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി K കരുണാകരനാണ്. അദ്ദേഹമാണ് എന്നെ KSU പ്രസിഡന്റ് ആക്കിയത്. ഡൽഹിയിൽ പറഞ്ഞ് അന്ന് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിക്ക് KSUവിൻ്റെ ചുമതലയുണ്ടായിരുന്നു. NSU എന്നാണ് നമ്മൾ നാഷണൽ ലെവൽ. ഇവിടുത്തെ വിദ്യാഭ്യാസം അങ്ങനെ NSUA, നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചപ്പോൾ SFIക്കാരൊക്കെ ഞെട്ടിപ്പോയി. അവർ പറയുന്നതിനെക്കാട്ടിൽ തീവ്രമായിട്ട് സർക്കാരിനെതിരെ ഞാനങ്ങ് പറഞ്ഞു. ഞാൻ പറയുക മാത്രമല്ല, ഞാൻ വാക്കൗട്ട് നടത്തി. ഞാൻ വാക്കൗട്ട് എടുത്തപ്പോഴത്തേക്ക് മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾക്ക് വാക്കൗട്ട് എടുത്താൻ പറ്റാതെയായി. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആൾ ഞാൻ വാക്കൗട്ട് എടുത്തു. എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇതായി. അങ്ങനെ 2 ദിവസം. അപ്പോൾ പത്രക്കാരൻ ലീഡറെടുത്ത് ചോദിച്ചു, അങ്ങയുടെ സ്വന്തം ആളല്ലേ ശരത്ചന്ദ്ര പ്രസാദ്, എന്തിനാ ശരത്ചന്ദ്ര പ്രസാദ് അപ്പോൾ എന്താ വാക്കം, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ?
ലീഡറെ വിട്ട് ശരത്ത് പോയോ KSU പ്രസിഡന്റ്? അപ്പം ലീഡർ പറഞ്ഞ മറുപടിയാണ് രസം. എന്നെ ജനം ഏൽപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനാണ്. ശരത്തിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനാണ്. ഈ മീറ്റിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു. ശരത്ത് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു. തെറ്റെന്താ? ശരത്ത് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പോലും ശരത്തിനെ കുറിച്ച് പുച്ഛമായിരുന്നതിന്. അപ്പോഴാണ് ശരത്ത് ഒന്നുകൂടി മിടുക്കനാണെന്ന് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ മീറ്റിങ്ങിൽ വെച്ചാണ് ഇതൊരു പ്രത്യേക ബോർഡ് ആക്കുന്നത് KSU ആവശ്യപ്പെട്ടതാണ്. പകരം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കാറുണ്ട്. കാര്യം അന്ന് ഇന്ദിരാഗാന്ധി പ്രീ ഡിഗ്രി വരെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്ദിരാഗാന്ധി സൗജന്യമാക്കിയിരുന്നു. അപ്പം പിന്നെ ഒരു ചെറിയ ബർഡൻ കൂടി വരുന്നുള്ളൂ. ലീഡറോട് ഞാൻ ബേർഡൻ ഗവൺമെൻറ് എടുത്തോളാം. ലീഡർ അത് ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് ലീഡറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തള്ളിയിടുന്ന കാര്യങ്ങളൊക്കെയായി. പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി. ഈ പറഞ്ഞ കേസുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് AK ആൻ്റണി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ ഓർപ്പിച്ചു. പുള്ളിയാണ് ഇത് നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ഈ +2 വരെയുള്ള ഇപ്പോഴത്തെ വിദ്യാഭ്യാസം, പഴയ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായിട്ട് വന്നത്. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. അതെ. അതിനുശേഷം വലിയ യൂണിവേഴ്സിറ്റി തലത്തിൽ വല്ല ഫീസ് സമരം നടത്തുമ്പോഴത്തേക്ക് 50 രൂപ കൂട്ടിയിട്ട് സമരം നടക്കുമ്പോൾ 10 രൂപ കുറയ്ക്കാമെന്ന് പറയും. കാലം പഴയപ്പോഴത്തേക്ക് അങ്ങനെയാണ്. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു ആ കാര്യം നേടിയത്. അതൊരു നല്ല കാര്യമാണ്. ഞാൻ ഇവിടെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സാറ് വന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. UDF മണ്ഡലമായിരുന്ന നമ്മുടെ കഴക്കൂട്ടം, ഒരുപാട് കാലം UDF മണ്ഡലമായിരുന്ന കഴക്കൂട്ടം 10 കൊല്ലമായിട്ട് തലേക്കുന്ന് ബഷീർ, AK ആൻ്റണി, MV രാഘവൻ, MMS, MA വാഹിദ്. അതെ. ഈ 5 പേരും കൂടെ ഏകദേശം ഒരു 20-23 കൊല്ലം MLA മാരായിരുന്നു. അതെ. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നേരെ LDFിലേക്ക് പോയത് കഴിഞ്ഞ 10 വർഷമായിട്ട്. LDF എന്തുകൊണ്ടായിരിക്കും ഇത് സ്ലിപ്പായി പോയത്? അല്ലെങ്കിൽ ഇനി അത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് എന്താണ്? അന്ന് സ്ലിപ്പായത് പാർലമെൻറ്റിൽ നമ്മുടെ ഒരു ഭരണഘടന ഒരു കാര്യമുണ്ട്. ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഭരണഘടന പ്രകാരം മണ്ഡലങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തണം. പിന്നെ ദളിത് ആദിവാസി സംവരണം പറഞ്ഞിട്ടുണ്ട്. ആ സംവരണം 15 കൊല്ലത്തിലൊരിക്കൽ 10 കൊല്ലത്തിലൊരിക്കൽ മാറ്റം വരുത്തണം. അപ്പോൾ 15 കൊല്ലത്തിന് മുമ്പ് UDF ഗവൺമെൻറ്റിൻ്റെ സമയമായിരുന്നു തോന്നുന്നു. ആണ് അല്ല, 15 കൊല്ലത്തിനും മുമ്പ് 25 കൊല്ലത്തിന് മുമ്പ് റീഓർഗനൈസേഷൻ്റെ പ്രപ്പോസലുകൾ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മുടെ പാർട്ടിയിൽ ഇത് ഏൽപ്പിച്ചിട്ട് MLA മാർ അവരെ കോൺസ്റ്റിറ്റ്യുവൻസി പോയി എല്ലാം റെഡിയാക്കി സേഫാക്കി. ബാക്കിയെല്ലാം CPMന് വിട്ടുകൊടുത്തു. അപ്പോൾ ഈ 15 കൊല്ലത്തിന് മുമ്പ് മണ്ഡലങ്ങൾ പുനർനിർണയം വന്നു. അതിർത്തികൾ അതിൽ കഴക്കൂട്ടം നമുക്ക് കിട്ടി നല്ല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരുന്ന മംഗലപുരം, കഠിനംകുളം പഞ്ചായത്തുകൾ അത് പുതിയ ചിറയൻകീഴിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പക്ഷേ എന്നിട്ട് ആദ്യത്തെ മാറ്റിയ സമയത്ത് MA വാഹിദ് തന്നെയാണ് ജയിച്ചത്. അതിൻ്റെ പിറ്റേ കൊല്ലം 10 കൊല്ലത്തിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ സംഘടനാപരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ആദ്യം തോറ്റത്. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് മത്സരിച്ച ലാൽ, എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് കേസുകൾ നടത്തിയ ലാൽ വിദേശത്ത് WHO ഡോക്ടറൊക്കെയാണ്. അപ്പോൾ കുറേ കാലഘട്ടത്തിൽ ഒരു 1-2 തലമുറയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ മിടുക്കനായ ഡോക്ടറാണ്.
ലാലിനെ പരിചയപ്പെടുത്തി വരുമ്പോഴത്തേക്കിന് ഇലക്ഷനും പോളിങ്ങുമായി മാറി. ഉം. അപ്പോൾ ആ തവണ കടകംപള്ളി ജയിച്ചു. ഉം. അതിന് മുമ്പുള്ള ഇലക്ഷനിൽ ഞാൻ പറയുന്നത് സംഘടനാപര വീഴ്ച കൊണ്ട് വാങ്ങിയത് ഒന്ന് തോറ്റു. ഉം. അപ്പോൾ ഈ 10 കൊല്ലം ഇപ്പോൾ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നല്ലേ ചോദിച്ചത്. അതെ, ഞാനതിങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരറ്റത്തിൽ നിന്ന്. അത് സ്ഥാനാർത്ഥി എന്നുള്ളത്. ഉം. കാരണം എനിക്കവിടെ വേറെ മൈനസില്ല. എൻ്റെ അമ്മയുടെ കുടുംബം ഈ കോൺസ്റ്റിറ്റ്യുൻസിയാണ് ചേന്തി. എൻ്റെ അമ്മയുടെ കുടുംബം ഉം. ചേന്തി എന്ന് പറഞ്ഞാൽ ചേന്തി ശ്രീനാരായണ ഗുരുകുലം ഇരിക്കുന്ന ചെമ്പഴുതി, കൊളത്തൂര്, പോങ്ങുമൂട്, ഉള്ളൂർ ഒക്കെ ഇടങ്ങളിൽ. എൻ്റെ അച്ഛൻ്റെ വീട് ട്രിവാൻഡ്രത്തെ പേട്ടയിലാണ്, പേട്ടച്ചാക്ക. അത് ഈ മണ്ഡലത്തിൽപ്പെട്ട ആറ്റിപ്പുറ പഞ്ചായത്ത്, പഴയ ആറ്റിപ്പുറ പഞ്ചായത്തൊക്കെ കറങ്ങി വരുന്ന സ്ഥലമാണ്. പിന്നെ ഞാനിപ്പോഴും ചെമ്പഴുതി SM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡൻ്റാണ് കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായിട്ട്. അപ്പോൾ എനിക്കിപ്പോഴും ആ മണ്ഡലങ്ങളിൽ, ആ കഴക്കൂട്ടം മണ്ഡലത്തിലെ ആളുകളുമായിട്ട്, രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. സാറിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അച്ഛൻ്റെ കൂടെ ഒരു കുടുംബ വിദ്യാർത്ഥി സംഘം, പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന് ഞാനും വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. അന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ തപ്പി കിട്ടിയില്ല, പക്ഷെ അന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. സാർ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കഴക്കൂട്ടം എന്ന നിയോജക മണ്ഡലത്തിൽ എന്തൊക്കെ പോരായ്മകളാണ് താങ്കളിപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് കഴക്കൂട്ടത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? കഴക്കൂട്ടം യഥാർത്ഥത്തിൽ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ IT ഹബ് എന്ന് പറയുന്നത്, ടെക്നോ പാർക്കാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയും. അവിടെ ടെക്നോ പാർക്ക് മാത്രമല്ല, അവിടെ തിരുവനന്തപുരത്തുകാർ ISRO എന്ന് പറയുന്ന ISRO, അതെ, ശത്രു രാജ്യങ്ങളെല്ലാം നോട്ടം ഇട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലം ISRO നമ്മുടെ ഈ മണ്ഡലത്തിനകത്താണ്. ലോകത്തെവിടെ യുദ്ധം നടന്നാലും, ഒരു രാജ്യങ്ങൾ രണ്ട് തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ബന്ധമില്ലെങ്കിലും സഖ്യകക്ഷികളായി വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യും. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ രാജ്യത്തിൻ്റെ ഏതൊക്കെ കാര്യത്തിൽ എക്വിപ്ഡ് ആണ് അവർ എന്ന് പരിശോധിക്കും. പിന്നെ അവരുടെ റഡാർ അങ്ങോട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായി നടന്ന യുദ്ധത്തിൽ അമേരിക്കയും മറ്റും ചെയ്തത് അങ്ങനെയല്ലേ, ഇറാനും തിരിച്ച് ചെയ്തത് അങ്ങനെയല്ലേ. അമേരിക്കൻ പട്ടാളം ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കുള്ള സൈന്യ ശക്തി കുറയ്ക്കാൻ വേണ്ടി അവരുടെ സാങ്കേതിക സ്ഥാപനങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുക. തിരിച്ച് അമേരിക്കയും തിരിച്ച് ചെയ്തത് എവിടെ ഇത് തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള സ്ഥലം ISR അവിടെയുണ്ട്. പിന്നെ അവിടെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയുണ്ട് ശ്രീകാര്യത്ത്. കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞ് നമ്മൾ ഓമന പേരിൽ ശ്രീകാര്യത്തുകാരൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലം. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവിടെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഉണ്ട്. മെഡിക്കൽ കോളേജ് അതിനകത്താണ്. പെട്ടെന്ന് ആരും ചിന്തിക്കുന്ന കാര്യമല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് RCC ഉണ്ട്, അതുപോലെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീത്ര അതിനകത്താണ്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ചില ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഇത്രയും സ്ഥാപനങ്ങളുണ്ടായിട്ട് അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാൻ വരുന്നത്, ജോലി ചെയ്യുന്നവർ എല്ലാവരും കേരളത്തിലുള്ളവരല്ലല്ലോ. ഏകദേശം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽപ്പെട്ട ആളുകളും ഓരോ കമ്പനിയായിട്ട് അവിടെയുണ്ട്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ വളർന്ന് 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 ഒരു സ്റ്റാഗ്നേഷനിൽ നിൽക്കും പോലെ നിൽക്കും. ഇപ്പോഴും അവിടെ നൂറുകണക്കിന് കമ്പനികളുടെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ്. കാര്യം അവരെ ആപ്ലിക്കേഷൻ പരിഗണിച്ചാൽ അവരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് സീരിയസ് ആയി കണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്.
ഒപ്പം അത് ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെപ്പോഴും ആളുകൾക്ക് പ്രാദേശികവാദം വരുന്നത് എപ്പോഴാണ്? ഒരു സ്ഥാപനം വരുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടുമോ, അല്ലെങ്കിൽ അവർക്കതുകൊണ്ടുള്ള ഗുണം എന്താണ്? എത്രയോ വർഷമായി IT അവിടെ വന്നിട്ട് നാട്ടുകാർക്ക് വരെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വ്യവസായങ്ങളുണ്ടാവണം. ആ അനുബന്ധ വ്യവസായങ്ങൾ പഴയ കുടിൽ വ്യവസായം പോലെയുള്ള അടക്കമുള്ള സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അടക്കം ഒരു സാമാന്യ വിദ്യാഭ്യാസമുള്ള തദ്ദേശവാസികൾക്കുമല്ല. അപ്പം ചില കമ്പനികൾക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് അവർക്കത് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഏറ്റെടുത്തിട്ട് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ആണല്ലോ. IT-യിലും ഉൽപ്പന്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടെക്നിക്കൽ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഇപ്പോൾ ഇനിയും അവിടെ വരേണ്ട ചില കമ്പനികളുണ്ട്. ഇപ്പം എൻ്റെ മോള് എൻജിനീയറാണ്. അവൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിപ്പോയതാണ്. എറിക്സൺ കമ്പനിയിലാണ് പോയത്. എറിക്സൺ കമ്പനി ഉള്ളത് ബാംഗ്ലൂരാണ്, കേരളത്തിലില്ല. പഴയ സോണി എറിക്സൺ അത് ടവറും TV-യും ടെലിഫോണുമായിട്ടൊക്കെ അങ്ങ് മാറിയല്ലോ. അപ്പോൾ ഈ IT ഹബ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് phase 1, phase 2, phase 3 എന്നൊക്കെ ഉണ്ടാക്കി വിടുന്നതല്ലാതെ അതിനൊരു ക്ലിയർ ക്വാളിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്നതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ ജീവനക്കാർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. പെട്ടെന്നൊരു കമ്പനി പറയാണ്, അതായത് 6 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്ന കോഴ്സ് പിരിച്ചു വിടുകയാണ്. അപ്പോൾ ഒരൊറ്റ കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലെടുക്കുന്ന ആൾ 1000 പേര് 1500 പേര് കാണും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് സർക്കാരിൽ ജോലി ചെയ്യുന്ന പോലെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവർക്കില്ല. അവർക്കുള്ള വെൽഫെയർ ഇല്ല. ഇപ്പം ഞാനിപ്പോൾ അവരുമായിട്ട് ഒരു മീറ്റിങ്ങും സംവാദം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് UDF ഗവൺമെൻറ് വന്നാൽ IT പ്രൊഫഷണൽസിന് വേണ്ടി ഒരു വെൽഫെയറിന് വേണ്ടിയുള്ളൊരു പ്രത്യേക വകുപ്പോ അങ്ങനെ ഗവൺമെൻറ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് അവരോട് ഞാൻ പറഞ്ഞു. ഇപ്പം നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാർ പോയി IT പാസ്സായിട്ട് വന്ന് ഈ കമ്പ്യൂട്ടർ മുമ്പിൽ ചെന്നിരുന്നിട്ട് ജീവിതം മുഴുവൻ കളയുകയല്ലേ. അവൻ്റെ ആരോഗ്യം എത്ര പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ അതിൽ IT അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾ ഉള്ളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കൺസെപ്റ്റ് എനിക്കുണ്ട്. ആ കൺസെപ്റ്റിൻ്റെ കൂട്ടിലാണ് നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ചെറുപ്പക്കാർക്ക് ബ്രെയിൻ ഡ്രെയിൻ വന്ന് അവരുടെ നാട്ടിൽ നിൽക്കുന്നില്ല. പ്രീ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ വിദേശത്തേക്ക് പോവാണ്. അവനവിടെ ചെന്ന് ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് പഠിച്ചോളാം. ഇവിടുത്തെ പണ്ട് നമുക്കുണ്ടായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അതിനാണ് നമ്മുടെ ടെക്നിക്കൽ സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ അതിനൊരു സൗകര്യമുള്ളൊരു കാര്യം നമുക്ക് അങ്ങനെ കുറേ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഒരുപാട് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരിടമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പോഴും അവിടെ മെയിൻ റോഡൊക്കെ നോക്കുമ്പോൾ കറക്റ്റാണ്. അത് ബിക്കോസ് നാഷണൽ ഹൈവേ ആറ്റിങ്ങൽ ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന നാഷണൽ ഹൈവേ സ്വാഭാവികമായി നല്ല റോഡ് കാണും. അതിനും അപ്പുറം അകത്തേക്കുള്ള റോഡുകൾ ഞാൻ അവശനായി തന്നെ കയറി വന്നത് ഈ ഗട്ടർ റോഡിൽ കൂടെ കടലിൽ കൂടെ വള്ളം പോകും പോലെയാണ്, തിരയുള്ള കടലിൽ കൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ആളുടെ മനസ്സിലുണ്ട്. പിന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടിന്യൂസ് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, 2 ആഴ്ച. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്നൊരു വറിയുണ്ട്. ഈ വറിയൊക്കെ ഓട്ട. പിന്നെ പാചകവാത സിലിണ്ടർ, കുക്കിംഗ് ഗ്യാസ്, അതിപ്പോൾ പ്രോബ്ലം വന്നില്ലേ.
ടെക്നോ പാർക്കിലെ ക്യാൻറ്റീൻ വരെ അടച്ചു. സാധാരണ ചുമടെടുക്കാൻ പോകുന്ന ആളുകൾ റോഡിൽ നിന്ന് ചായ കുടിക്കാന്ന് വെച്ചാൽ ചായ ബന്ധാണ്. അത് കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റം സാമ്പാർ ഉണ്ടാക്കുന്നത് വരെ തട്ടുകടക്കാർ ചിലർ നിർത്തിക്കളഞ്ഞു ഗ്യാസ് കിട്ടാതെ. പക്ഷെ അത് യുദ്ധം കാരണം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ് പലപ്പോഴും ഭരണാധികാരികൾ വേറെ ചില ചൂഷണങ്ങൾ ചെയ്യും. അതാണ് അതിൻ്റെ പേരിലാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഇപ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നത് പുള്ളി 10 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ 10-നിടയ്ക്കാണ് പുള്ളി 7 കൊല്ലം മന്ത്രിയായിരുന്നത്. മന്ത്രിയായ പുള്ളി ഒന്നും ചെയ്തില്ല ആ മണ്ഡലത്തിന് വേണ്ടി. 10 കൊല്ലം MLA ആയി ജയിച്ച കടകംപള്ളിയും ഒന്നും ചെയ്തില്ല. പിന്നെ കടകംപള്ളിയുടെ മണ്ടയ്ക്ക് ശബരിമല വിഷയം കൂടെ വന്ന് കിടക്കുകയാണ്. ശബരിമല വിഷയം ഞാൻ ചോദിച്ചായിരുന്നു പുള്ളി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ പുള്ളി അത് UDF ഒരു അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പാട്ടും ഞാൻ ഇവിടെ പാടിയായിരുന്നു. പാട്ട് ഇഷ്ടംപോലെ കിടക്കുന്നു, ഇഷ്ടംപോലെ പാട്ട് കിടപ്പുണ്ട്. അപ്പോൾ ശബരിമല വിഷയം അതൊരു വിഷയം തന്നെയാണ്. അവിടെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഒക്കെ ഉള്ള വിഷയമാണ്. മുരളി ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ SIRൻ്റെ വിഷയവും ഏറ്റവും ഒടുവിലായി FCRൻ്റെ വിഷയം കൂടെ വന്നില്ലേ, ഫോറിൻ കറൻസി ഇതിൻ്റെ വിഷയം കൂടെ വന്നല്ലോ. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി BJPക്കും എതിരായിട്ടുണ്ട്. അപ്പോൾ ഈ എതിർപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് ഞാൻ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ അത്രയും അനുകൂലമായ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ വിഷയങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജുകൾ. അവിടെ മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇടത് കൈ പരിക്ക് പറ്റി ചെന്നാൽ വലത് കൈയിൽ കമ്പിയിടും, ഇടത് കൈയിൽ കുഴപ്പമില്ലെന്നാൽ വലത് കൈ മുറിച്ച് മാറ്റും. ഓപ്പറേഷൻ നടത്തിയാൽ കത്തിരിക്ക വയറ്റിനകത്ത് വെച്ച് ഡോക്ടേഴ്സിന്റെ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തും. അവർ പറയും ഞങ്ങൾക്കൊരു ലിഖിതമായ ചില കോഴ്സുകളുണ്ട്, ഇന്നയാൾ ഇന്നത് നോക്കണം, ഇന്നയാൾ ഇന്നത് നോക്കണം. പക്ഷേ അവസാനം ഡോക്ടറാണ് ഫൈനൽ വേർഡ്. എന്നുവെച്ചാൽ ഇവർ പുറത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക, കത്തി, നീഡിൽ അടക്കം എണ്ണി വെക്കും. തീരുമ്പോൾ എണ്ണി നോക്കും ഇപ്പോൾ ഈ സാധനം പുറത്തുണ്ടോ എന്നുള്ളത്, കുറവുണ്ടോന്നൊക്കെ അല്ലേ. അപ്പോൾ ഇവർ ഇത്രയും വലിയൊരു കത്തിരിക്ക കാണാൻ പോയിട്ട് അവർ എണ്ണം എടുത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് പണ്ട് വക്കം പുരുഷോത്തമൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് റഫറൽ ആശുപത്രിയാക്കി. അന്ന് പെട്ടെന്ന് നമ്മളൊക്കെ എതിർത്തതാണ്. റഫറലാക്കി പാവപ്പെട്ടവൻ്റെ വന്നിട്ട് ആ റഫറലാക്കിയപ്പോൾ എന്ത് പറ്റിയെന്നറിയോ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളെ ശക്തിപ്പെടുത്തി. മെഡിക്കൽ കോളേജിന് തുല്യമായ ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടണം. അല്ല കേരളം ഒട്ടാകെയുള്ള രോഗികൾ ഇങ്ങോട്ട് വന്ന് കയറിയാൽ മെഡിക്കൽ കോളേജിൽ തറയിൽ കിടക്കുക ആളുകൾ. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ തറയിലിരിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജിന് ഒരു സമൂലമായ പരിവർത്തനം അവിടെ വരണം. പിന്നെ മെഡിക്കൽ കോളേജ് റെഡിയായി കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പം, ഒരു പാവപ്പെട്ടവനൊരു അപകടം പറ്റി വന്നാൽ ഈ ഡോക്ടർമാർ തന്നെ പറയുകയാണ്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയാവില്ല, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവൻ്റെ ഇങ്ങേരുടെ ഒരു ഇരയായിട്ടാണ് പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഭീകരമായ ബില്ലും പറയും, 1 ലക്ഷം, 1.5 ലക്ഷം, 2.5 ലക്ഷം. അപ്പോൾ ഇത് റെഫറൻസിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടറുടെ പേര് പറയാൻ പറയും. പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ പേര് പറയാൻ പറയും. എന്തിനാണ് എഴുതുന്നറിയോ, ഈ മരുന്ന് വാങ്ങിച്ചതിൻ്റെ കമ്മീഷൻ ഡോക്ടറുടെ അക്കൗണ്ടിലോട്ട് പോകും. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ തന്നെ
ശരിയായി വരിക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മനസ്സിൽ വേറൊരു കൺസെപ്റ്റ് ഉള്ളത്, വീടില്ലാത്ത ഒരാളവിടെ ഉണ്ടാവാൻ. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പരസ്യങ്ങളിൽ ഏറ്റവും ഒന്ന് 5 ലക്ഷം സംതിങ്, എനിക്ക് നമ്പർ ഓർമ്മയില്ല, ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. വെറുതെയാണ്. ഓ, ഇതൊക്കെ വെറുതെ ആരാ പോയി പരിശോധിക്കുന്നത്? അപ്പോൾ ഗവൺമെൻറ് വേറൊന്നുകൂടെ പറഞ്ഞില്ലേ, വീട് വെച്ച് കൊടുക്കുന്ന കാര്യം മാത്രമല്ല, സമ്പൂർണമായ പട്ടിണി ഇല്ലാതാക്കിയെന്നാണ് പറയും. അതും പറഞ്ഞായിരുന്നു. ഈ കേരളത്തിൽ പട്ടിണി ഇല്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, തീർന്നിട്ടില്ല. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 1000-1500 ക്യൂ ആയിട്ട് നിൽക്കും സൗജന്യ ഫുഡ് വാങ്ങിക്കാൻ. കേരളത്തിൽ അങ്ങനെ ഒരു തീവ്ര പട്ടിണി എന്ന പുള്ളി അവർ കണ്ടെത്തിയ പേര്, തീവ്ര ദാരിദ്ര്യം. അവർ ഈ ഇടയ്ക്ക് തീവ്രത വേറെ ചില കാര്യത്തിലും പറഞ്ഞല്ലോ, തീവ്രത ഞങ്ങൾ അളന്ന് നോക്കുന്നുണ്ടെന്നൊക്കെ ഒരു ആക്ഷേപസ്ഥാനമുണ്ട്. അതിൽ അവരങ്ങനെ ചെയ്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ എന്തായാലും സമൂലമായ മാറ്റം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അതിപ്പം എനിക്ക് പോക്കറ്റ് നിർത്തി വെക്കാൻ കഴിയില്ല. ഞാൻ അതിനു വേണ്ടി ഒരു വീടില്ലാത്ത ഒരാൾ കണ്ട് അവിടെ ഒരു പബ്ലിക് സംവിധാനം, ബഹുജനങ്ങളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഇപ്പം അങ്ങനെ ചാരിറ്റി എന്ന ആളുകൾക്ക് താല്പര്യമുള്ളവരുണ്ട്, അങ്ങനെയും കൂടിയുണ്ട്. അതുപോലെ എൻ്റെ മണ്ഡലത്തിൽ സമ്പൂർണമായ വിദ്യാഭ്യാസം, ഉന്നത പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കുടുംബം ദാരിദ്ര്യമായതുകൊണ്ട് പഠനം ഉപേക്ഷിക്കരുത്. അപ്പം അതിനൊക്കെ ബഹുജനങ്ങൾ പിന്തുണ നൽകും. ഓരോ വിദ്യാർത്ഥികളെ ഓരോരുത്തർ നമ്മൾ സിനിമയിലൊക്കെ പണ്ട് കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ എൻ്റെ സ്പോൺസറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഇതുപോലെ സ്പോൺസർ തിരക്കി നടക്കട്ടെ, നമ്മളൊക്കെ സ്പോൺസർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളുണ്ട് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. പിന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന രോഗികളുണ്ട്, അവർക്ക് സൗജന്യമായി മരുന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആ മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില കമ്പനികളുമായിട്ടൊക്കെ ടൈപ്പ് വരും. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ കമ്പനികളായിട്ട് വേറെ ആക്ഷേപവും വരും. അപ്പോഴും ആ വരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇത് വില കുറഞ്ഞ മരുന്നായിരിക്കും എന്നൊക്കെ പറയും. നമ്മൾ പക്ഷേ ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളോട് പറയണേ ഒരാളുടെ 1 മാസത്തെ മരുന്ന് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യും. ചിലപ്പോൾ 3000 അല്ലെങ്കിൽ 5000 എന്ന് പറയും. അങ്ങനെ 5000 എന്ന് പറയുന്ന ഒരു ഇത് വെച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അതിൻ്റെ കുറേ പൈസ കുറച്ച് കിട്ടും നമുക്ക് ഇത് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ അതിനൊരു ബഹുജന സംഘടന ഉണ്ടാക്കി ഇത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വിദ്യാഭ്യാസം, മരുന്ന്, അതുപോലെ ചില ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ടൈപ്പായിട്ട് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മളൊരു നിബന്ധന നമ്മൾ വെക്കാൻ നോക്കും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഞാൻ വാസ്തവത്തിൽ 1-2 പൊതുയോഗങ്ങൾ മാത്രമേ ഇതിങ്ങനെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് ഞങ്ങളെ പ്രകടന പത്രികയായിട്ട് ഞങ്ങൾ ഇറക്കും. അപ്പോൾ പിന്നെ എൻ്റെ വ്യക്തിബന്ധങ്ങൾ, പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം കൂടി അനുകൂലമായി വരുമ്പോൾ ഈ കഴക്കൂട്ട അസംബ്ലി മണ്ഡലം എനിക്ക് ജയിക്കാൻ കഴിയും. 10 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ട ഒരു സീറ്റ് എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ CPM വളരെ ബുദ്ധിപരമായി കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം CPM പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെടുത്ത് പോയിട്ട് നിങ്ങൾ UDFൻ്റെ ശരത്തിന് അവസാനം വോട്ട് ചെയ്താൽ BJP ജയിക്കും, അതിന് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കും, BJPയും കോൺഗ്രസും പൊയ്ക്കോളും എന്നാണ് പറയുന്നത്.
അപ്പോൾ അത് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും ഇപ്പോൾ പള്ളികളൊക്കെ ഒരു കുറച്ചൊരു നിലപാടെടുത്തു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിരോധം ഉണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയുള്ള ഈ വികാരം SIR തുടങ്ങിയത് ഇപ്പോൾ FCR വന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ പാചകവാതകത്തിൻ്റെ വിഷയം. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇതുണ്ട്. ഇത് ഞങ്ങൾ ഹൈപ്പ് ഉണ്ടാക്കി അവരെ ബോധ്യപ്പെടുത്തുക. കാരണം കടകംപള്ളിയിൽ സുരേന്ദ്രൻ അത് പറഞ്ഞു വന്ന ചില പത്രികയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിനകത്തൊക്കെ ഇതിൽ തൊടാതെയാണ് പോയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ തൊടാതെയാണ് പോയിട്ടുള്ളത്. പുള്ളി പിന്നെ ഞാൻ പത്തരമാറ്റ് ഇതിൽ എത്രയോ കോടി രൂപ ചെലവഴിച്ചു. ആ മണ്ഡലത്തിനകത്ത് പോയാൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. റോഡെല്ലാം കുണ്ടും കുഴിയാണ്. അപ്പം ഇത്തരം വിഷയങ്ങളും ശബരിമല വിഷയവും അതൊരു ബേണിംഗ് ഇഷ്യൂ ആണ്. അതെ, ശബരിമല ഇഷ്യൂയെ പറ്റി ഞാൻ വിശദമായിട്ട് എന്നെ ചോദിച്ച സമയത്ത് പുള്ളിക്കാരനത് വെറുതെ ആരോപണം പറയുന്നത്. അതെ, ആരോപണമല്ലല്ലോ, അത് കോടതി തെളിയിക്കട്ടെ എന്നാണ്. നമ്മൾ തന്നെ മാധ്യമങ്ങളിൽ കൂടി കണ്ട കാര്യമല്ലേ, കോടതി കമൻ്റ് പറഞ്ഞതല്ലേ. നിങ്ങളപ്പം ദൈവത്തിനെയും വെറുതെ വിടൂല എന്ന് ചോദിച്ചത്. ഇന്ത്യയിൽ മെജോറിറ്റി സ്റ്റേറ്റുകളിലും ഇപ്പോൾ UDF അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ അല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഒരു പൊളിറ്റിക്കൽ സിനോറിയയിൽ തന്നെ ഒരു മാറ്റം വരും. ആധുനിക സങ്കേതങ്ങൾ വികസിക്കുന്നതോടുകൂടി എന്തിനേയും പൊളിക്കാം. ഈ ഡെമോക്രസിയെ പൊളിക്കാൻ ഇപ്പോഴത്തെ എല്ലാത്തിനും കഴിയും, ടെക്നോളജിക്ക് കഴിയും. ഞാനൊരു പരസ്യം മോഹൻലാലിൻ്റെ ഒരു 1.5 കൊല്ലത്തിന് മുമ്പ് കണ്ടൊരു പരസ്യമുണ്ട്. മോഹൻലാലും അതൊരു പരസ്യത്തിന് വേണ്ടി എടുത്തതാണ്. മറ്റേ നടൻ്റെ പേര് ഞാൻ മറന്നുപോയി. മോഹൻലാൽ വിദേശത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അളിയ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ മോഹൻലാൽ അവിടെ പുതിയ TV കൊണ്ട് വെച്ചേക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ്. അത് ഓൺ ചെയ്താൽ പോലെ അതിന് റിമോട്ട് അളിയെ കൊണ്ടുപോയില്ലേ. പിന്നെയാണ് ഞങ്ങൾ ഓൺ ചെയ്തത്. അത്രയേ ഉള്ളൂ. മോഹൻലാൽ അവിടെ ഇരുന്നുകൊണ്ട് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ TV ഓൺ ചെയ്തു. ഇപ്പം ആ സിസ്റ്റം ഉണ്ട്. ഇപ്പം ആ സിസ്റ്റം ഉണ്ട്. ഇനി വേറൊന്ന്, നമ്മൾ ഇടുന്നുണ്ട് നമ്മളെ വീട്ടിലെ TV ഈ ബട്ടൺ അമർത്തി നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ചാനലെല്ലാം മാറുന്നു. അപ്പോൾ പിന്നെ വോട്ടിംഗ് മെഷീനിൽ ഇതൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമുണ്ടോ? വോട്ട് റിഗ് ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. പണ്ട് റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് പോളിംഗ് ഓഫീസർ തന്നെ പണ്ട് ബാലറ്റ് പേപ്പറിൽ കുത്തിയിടും. അതാണ് പണ്ടത്തെ റിഗ്ഗിങ്. ഇപ്പോഴത്തെ റിഗ്ഗിങ് എല്ലാം ടെക്നോളജിയിൽ കൂടിയാണ്. അതായത് വളരെ എളുപ്പമാണ്. നമ്മൾ സാങ്കേതിക വിദ്യ പരിശോധിച്ചാലേ നമ്മളിങ്ങനെ റിമോട്ടിൽ തന്നെ കളിച്ചാൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ ഇടയ്ക്ക് ചില പോളിങ്ങിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് പോകുന്നു, താമരയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ വേറെ പോകണമെന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ പരാതി വന്ന പോളിംഗ് സ്റ്റേഷനെല്ലാം ബഹളമായിട്ടൊക്കെ പോകുന്നില്ലേ. അപ്പോൾ അത്തരത്തിലൊരു റിഗ്ഗിങ്ങിലേക്ക് പൊളിറ്റിക്സ് പോകുന്നുണ്ട്. അതിൽ കോൺഗ്രസ്സിന് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ആ റിഗ്ഗിങ് നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡൽഹിയിൽ നാഷണൽ ലെവലിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു സാധനം ഡെവലപ്പ് ചെയ്തില്ല. വോട്ട് ചോരി, വോട്ട് മോഷണം. പാർലമെൻറ്റിനകത്തൊക്കെ വലിയ സംഭവങ്ങളും ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെമോക്രസിയിൽ ബന്ധപ്പെട്ടും നമ്മുടെ പ്യുവർ ഡെമോക്രസി അത് ജനാധിപത്യം പണാധിപത്യത്തിലേക്ക് പോയിരിക്കുകയാണ്. പണം കൊണ്ട് എന്ത് ചെയ്യാം, വോട്ട് മറിക്കാം. അതൊക്കെ ഇപ്പോൾ കഴക്കൂട്ടത്തും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്.
പൈസ കൊടുത്ത് വോട്ട് പറയും. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഉള്ളൊരു സീനിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് കണ്ടിരുന്ന ഒരു 7 സ്റ്റേറ്റ് കയ്യിൽ പോയി. അത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അതൊക്കെ അതിനകത്ത് ഇസ്രയേലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ ആള്. ഇസ്രയേൽ കടുക് പോലെയുള്ള നമ്മുടെ ഒരു ജില്ലയുടെ അത്രയൊക്കെയുള്ള ഒരു രാജ്യം ടെക്നോളജിയിലും പണിയുടെ കാര്യത്തിലും ഭയങ്കര ഫോർഫ്രണ്ടിലാണ്. ഇസ്രയേലിൻ്റെ ടെക്നോളജി വല്ല ആരുമില്ല. അതാണ് ചൈനയെ അവരുമായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അമേരിക്ക പോലും അടക്കമുള്ള പല രാജ്യങ്ങളും ഈ ലേറ്റസ്റ്റ് ടെക്നോളജി വോട്ടിംഗ് മാറ്റി പേപ്പർ ആക്കി, വോട്ടിംഗ് പേപ്പറാക്കി മാറ്റി. ഇന്ത്യയിലും നമ്മളും ആവശ്യപ്പെടുന്നത് പേപ്പറാക്കണം വോട്ട്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. പാർലമെൻറ്റിൽ എത്ര ഡിബേറ്റിൽ പങ്കെടുത്താലും എത്ര രാജ്യമൊട്ടാകെ നടന്നാലും ഇത് ചെയ്താലും ഇതിൻ്റെ ഒരു സ്വാധീനം അവിടെയുണ്ട്. കേരളത്തിൽ ഇപ്രാവശ്യം ഒരു മാറ്റം 100% മാറ്റം ഉണ്ടാവും. 100% ഇത്തവണ മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഒരു 100 സീറ്റ് അടുപ്പിച്ച് UDF കിട്ടും എന്നൊരു കൺസെപ്റ്റാണ് നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. CPM ഉം BJP യും തമ്മിലൊരു ഡീല് റെഡി ആയിട്ടുണ്ട്. 10 സീറ്റ് BJP ജയിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഡീല്. അതിലേക്ക് അഴക്കൂട്ടും പെടും. അപ്പോൾ അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണത്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് ഒറ്റ വാക്കി പറഞ്ഞാൽ, എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഞാൻ കൂടെ നിൽക്കും. സിമ്പിളായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ കൂടെ നിൽക്കും. ഞാൻ ഇട്ടിട്ട് പോവില്ല എന്ന് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട പാർട്ടി പ്രവർത്തകരെയാണ്. ഇന്നലെ എൻ്റെ ഉറക്കം മുഴുവൻ നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിലാണ്. ഒരു ചെറുപ്പക്കാരനെ ബോർഡ് വയ്ക്കാൻ പോയപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ മർദ്ദിച്ചു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ 11:30-12 മണിക്ക് അവിടെ ചെല്ലുന്നു. ഇപ്പോഴും മർദ്ദനമൊക്കെ ചെല്ലുന്നു. അവിടെ ഡോക്ടറോടെ പോലീസ് വന്നു. FIR എഴുതി അയാളെ മൊഴിയെടുത്തു. സ്കാനിങ്ങിന് വിടുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീടെത്തുന്നതിന് അടുത്ത വിളി എഴുതുന്നു, സ്കാനിങ് സെൻറ്ററിൻ്റെ അകത്ത് കയറി അടിച്ചത്. മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് സ്കാനിങ് സെൻറ്റർ CT സ്കാൻ എടുക്കുന്നിടത്ത് കയറി അടിച്ചു. അപ്പോൾ പോലീസ് വന്നു. ഇവരെ വിളിച്ച് മുകളിലോട്ട് വിടും. അപ്പോഴത്തേക്ക് ഞങ്ങളും തിരിച്ചു വന്നു. കുറേ ഗുണ്ടകൾ ഹോസ്പിറ്റൽ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ഫോഴ്സ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രതികൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞു. സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞ് CT സ്കാൻ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇയാളിത് കാണിക്കാൻ ഡോക്ടറെ അടുത്തോട്ട് പോയി, 2 പേരുമായിട്ട്. അവിടെ അവർ കൂടുതൽ സ്ട്രെങ്ത് കയറി വന്ന് അടിച്ച് താഴെയിട്ടു. ഞങ്ങളപ്പോൾ അവിടെ ഉണ്ട്. ഇന്നലെ നടന്ന സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് അടി കിട്ടിയ ആളിനെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് 5:30 മണിക്കാണ്. വെറുതെ മർദ്ദിക്കുകയാണോ? അവരോട് മദ്യപിച്ചൊക്കെ ഇരുന്നിട്ട് ഒരു ബോർഡ് വയ്ക്കാൻ വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ബോർഡ് വയ്ക്കാൻ വന്നതാണ്. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് ആ മേഖലയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഞാനവിടെ ചെന്നപ്പോൾ എല്ലാവരും അത് പറയുക, നമ്മുടെ സ്ഥാനാർത്ഥി കൂടെ നിൽക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ കോൺഫിഡൻസ് കൊടുത്തു. അത് ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുക, കൂടെ ഉണ്ടാവില്ല. നല്ലൊരു കഴക്കൂട്ടത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഇതൊരു IT ഹബ് എന്നുള്ളത് ടോട്ടലി ഇതൊരു വികസന ഹബ്ബാക്കി മാറ്റും. ഡെവലപ്മെന്റ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് പോലെയുള്ള എന്തെങ്കിലും
കൊണ്ടുവരണമെന്ന്? അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന സാധനമൊക്കെ അവിടെയുണ്ട്. ഇപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ഒരുപാട് പേര് അതിന് ശ്രമിച്ചപ്പോൾ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഉം. എന്തുകൊണ്ടായിരിക്കും നിരുത്സാഹപ്പെടുത്തുന്നത്? ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്താൽ വലിയ ട്രേഡ് യൂണിയനിസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒരു വാശിയേറിയ തിരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഈ വരാൻ പോകുന്ന 9-ാം തീയതി അരങ്ങേറാൻ പോകുന്നത്. താങ്കളുടെ കൂടെയുള്ള ബാക്കി 2 കണ്ടസ്റ്റൻസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്രാവശ്യം? അവരൊക്കെ അവരുടേതായ ലെവലിൽ കോൺട്രിബ്യൂഷൻ ഉള്ള ആളുകളാണ്. പക്ഷേ കോൺട്രിബ്യൂഷൻ വഴിതെറ്റിപ്പോയി കൂടി ചെയ്തിട്ടുണ്ട് അവർക്ക്. അതാണ് അവരുടെ മൈനസ്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരാരും. നമ്മൾ സമ്പൂർണ്ണമായും ഒന്നും ചെയ്തില്ല എന്ന് നമ്മൾ പറയുക, ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP-യുടെ സ്ഥാനാർത്ഥി 7 കൊല്ലം മന്ത്രിയായിരുന്നിട്ട് അയാൾ അവർ കഴക്കൂട്ടത്തിലൊന്നും ചെയ്തില്ല. LDF-ന്റെ സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ 5 കൊല്ലം മന്ത്രിയായിരുന്നു, 5 കൊല്ലം MLA ആയിരുന്നു, 10 കൊല്ലം MLA ആയിരുന്നു. എന്നിട്ടും ഫലപ്രദമായി പറഞ്ഞതുപോലെയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ദോഷം അവരെ ബാധിക്കുന്നത്. അപ്പോൾ എന്തായാലും 9-ാം തീയതി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാവരും വോട്ടിടുക, വോട്ടിടാതിരിക്കരുത്, അല്ലേ? വോട്ടിടണം. വോട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തോട് ആളുകൾക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് പോളിംഗ് കൂടുതലായിരിക്കും. കാര്യം മരിച്ചവരെയും ഒക്കെ സ്ഥലത്ത് ഇല്ലാത്തവരെയൊക്കെ മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഫ്ലാറ്റുകളിൽ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ള വാർത്ത കിടക്കുന്നുണ്ട്. ഫ്ലാറ്റുകളിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഫ്ലാറ്റ് നമ്പർ ഇത്രയിൽ ഇത്ര പേര് താമസമുണ്ട്, വോട്ടേഴ്സ് ചേർക്കുക. അതിപ്പോൾ നാളെ മറ്റന്നാളോ പുതിയ സപ്ലിമെൻ്ററി ചേർത്തുള്ള ലിസ്റ്റ് വരും, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. അതാണ് വോട്ട് ചെയ്യണം. അതെ, മാക്സിമം വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സാറിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഞാൻ. ചെല്ലമംഗലത്താണ് വീട്. എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ നമ്മളത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട്? ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു കുസൃതി ഇവിടെ പറയാം. ഓ, അടിപൊളി. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ ഈ ചെല്ലമംഗലം കാണുന്നയാളാണ്. അതെ, താങ്കളുടെ കുടുംബത്തിൽ ഞാൻ വന്നിട്ടുള്ളതാണ്. അതെ, താങ്കൾ എന്ന് വെച്ചാൽ താങ്കൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ട ചെല്ലമംഗലത്ത് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം ഇനി എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. താങ്കൾക്കിപ്പോൾ ഏകദേശം ഒരു 30-32 വർഷമായി വയസ്സായി കാണും. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ ഈ 32 വയസ്സിനിടയിൽ അവിടെ എന്തെങ്കിലും വികസനം നടന്നതായിട്ട് ജനിച്ചപ്പോൾ അറിവ് വന്ന കാലത്ത് കണ്ട ചെല്ലമംഗലവും ഇപ്പോഴത്തെ ചെല്ലമംഗലവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? നല്ലൊരു ചോദ്യമാണത്. ചെല്ലമംഗലം തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് ഇവിടെ ഇപ്പോഴും ഭദ്രമായിട്ട് ആ ചെല്ലമംഗലം ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 32 കൊല്ലത്തിനിടയ്ക്കുള്ളൊരു 10 കൊല്ലമാണ് കടകംപള്ളി അവിടെ MLA ആയിട്ട് വന്നത്. പുള്ളി പറയുന്നു ഈ 10 കൊല്ലം ഞാൻ ഒരുപാട് വികസനം നടത്തിയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഈ 10 കൊല്ലത്തിൽ ചെല്ലമംഗലത്തും ഒരു വികസനം നടന്നു കാണണം. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ചെല്ലമംഗലത്തൊരു വികസനം നടന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ കടകംപള്ളിക്ക് തന്നെ വോട്ട് ചെയ്യണം. ആ 10 കൊല്ലത്തിനിടയിൽ വികസനം നടന്നിട്ടില്ലെങ്കിൽ താങ്കളുടെ വോട്ട് എനിക്ക് തരണം. അതാണ് എൻ്റെ റിക്വസ്റ്റ്. നല്ലൊരു റിക്വസ്റ്റാണ് സാർ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും 9-ാം തീയതി ഇലക്ഷനാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. കാർത്തിക് സൂര്യ അൺലീഷ്ഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അപ്പോൾ ആ ഒരു ഹൈലൈറ്റ് പോയിന്റ് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷം ഇത്രയും നേരം. ഇപ്പോൾ ഇത് തീരുമ്പോൾ മണി 2 ആവുകയാണ്. ഇനി പോയി കുറച്ച് നേരം സാർ കിടന്ന് ഉറങ്ങാനല്ലേ പ്ലാൻ? ഇനി ഉറങ്ങാൻ തന്നെ പറയാം. അതിനു മുമ്പ് ഇനി
ഇലക്ഷൻ ഓഫീസിലെ ബാക്കി കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് ഉറങ്ങാം. ഓക്കെ, അതുകൂടെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് നാളെ ആക്റ്റീവായിട്ട് വീണ്ടും പ്രചരണത്തിന് ഇറങ്ങുക. ആക്റ്റീവായിട്ട് 7 മണിക്ക് ജീപ്പിൻ്റെ വണ്ടിക്ക്, രാവിലെ 7 മണിക്ക് വീണ്ടും ജീപ്പിൻ്റെ വണ്ടിക്ക് കയറുക. അതെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.